ഹായ്, എൻ്റെ പേര് ആക്കിബ് അബ്ദുൽ അസീസ്. ഞാൻ 15 വർഷമായി ബിസിനസ് കൺസൾട്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അക്കൗണ്ട്സ് എന്നുള്ളത് നമുക്കൊരു ബിസിനസ്സിൻ്റെ നട്ടലാണ്. അപ്പം അക്കൗണ്ടിങ് പഠിക്കുക എന്നുള്ളത് ഈസി ആണോ? അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മീൻസ് എൻ്റെ അടുത്ത് കുറേ സ്റ്റാഫ് വന്നിട്ട് പോയി, കുറേ ട്രെയിനിങ്ങിലായിട്ട് വന്നിട്ട് പോയി. അപ്പം അതിലുള്ള മെയിനായിട്ട് കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മീൻസ് അവർക്ക് ചെയ്യാൻ പറ്റും, അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡാറ്റ എൻട്രി ലെവൽ ഒതുങ്ങിപ്പോകുന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻട്രി ലെവൽ വേണ്ട. അത് സ്വാഭാവികമായിട്ടും AI ഇപ്പോൾ എന്തായാലും കൊണ്ടുപോകും, ഫുൾ ലെവൽ കൊണ്ടുപോകും. അതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ബാലൻസ് ഷീറ്റ് എങ്ങനെ റീഡ് ചെയ്യാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യാം, റിസീവബിൾസ് എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയിലും ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിൽ മീൻസ് ഒരു അക്കൗണ്ടിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാക്ടിക്കലി നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ? അല്ലാണ്ട് നമുക്ക് അക്കാഡമിക്സ് ഒരു അക്കാഡമിക്സ് ആക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ക്ലാസ് എടുക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ സിലബസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പിന്നെ നമ്മൾക്കുള്ള ഈ 15 വർഷത്തെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നതിന് പകരം മീൻസ് നമ്മൾ റിയൽ ടൈം വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് മീൻസ് കുറേ ക്വസ്റ്റ്യൻ എഴുതുക, അതിന് കുറേ ജേർണൽ എൻട്രി എഴുതുക, അതിൻ്റെ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക, അത് പ്രിൻ്റ് എടുക്കുക കഴിഞ്ഞ് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിയൽ ടൈം വർക്ക് ചെയ്തതുകൊണ്ട് അതിന് റിസൾട്ട് ചെയ്യാം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. മീൻസ് ഒരു സെമിനാർ കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ മീൻസ് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് അതിനെ ഔട്ട്പുട്ട് അവർ എന്താക്കുക, കാണിച്ചു കൊടുക്കുക എന്നുള്ള മെത്തേഡിലാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റുഡൻസിൻ്റെ ഒരു ആവശ്യമാണ് മെൻറ്റർഷിപ്പും അപ്ഡേറ്റ്സും അറിയാമെന്നുള്ളത്. അവിടെയാണ് ആക്യുറേറ്റ് ബിസിനസ് അക്കാഡമി ഒരു വ്യത്യസ്തമാകുന്നത്. അവർക്ക് 1 ഇയർ ഫ്രീ മെൻറ്റർഷിപ്പും ലൈഫ് ടൈം അപ്ഡേറ്റ്സുമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, അക്കൗണ്ടിങ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നു, ടാക്സേഷൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു. GCCയിൽ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സേഷനിലാണെങ്കിലും കോർപ്പറേറ്റ് ടാക്സിലാണെങ്കിലും വാറ്റിലാണെങ്കിലും കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് മേഖലയിൽ നല്ലൊരു ജോബാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ് ആക്യുറേറ്റ് ബിസിനസ് അക്കാഡമി എന്നുള്ളത്.